ലൈംഗിക വൈകൃതങ്ങളിലൂടെ മാത്രമാണ് ജീവിതത്തിൽ സുഖത്തിനുള്ള മാർഗം എന്ന് പറയുന്ന ഒരു വലിയ സമൂഹം. ഇന്ന് മനുഷ്യൻ്റെ ഈ ബലഹീനതയെ ചൂഷണം ചെയ്യുവാൻ എന്തെല്ലാം പരിപാടികളാണ് ഉള്ളത്. ഇത് മാത്രമാണ് ജീവിതത്തിൽ സുഖത്തിനുള്ള മാർഗം എന്ന് മനുഷ്യൻ്റെ തലച്ചോറിൽ അടിച്ചു കയറ്റി വെച്ചിരിക്കുകയാണ്. തന്മൂലം മനുഷ്യൻ നോക്കുന്നതും കാണുന്നതുമെല്ലാം ലൈംഗികത്വം മാത്രമാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ദിവസന്ദേശത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ കേൾവിക്കാർക്കും സ്വാഗതം. മഹാസമ്പന്നനായിരുന്ന ശലോമോൻ തൻ്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ജീവിതത്തിൽ പരീക്ഷിച്ച കാര്യങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ നമുക്ക് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ കാണുവാൻ കഴിയും. എന്നാൽ മറ്റുള്ളവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ വിലപ്പെട്ട സമയം വീണ്ടും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ദൈവത്തെ കൂടാതെയുള്ള പ്രയത്നങ്ങളുടെ നിരർത്ഥകത ജ്ഞാനിയായിരുന്ന ശലോമോൻ തുറന്ന് സമ്മതിക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. യേശുക്രിസ്തു ശമര്യക്കാരത്തിയായ സ്ത്രീയോട് പറഞ്ഞ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മായാതിരിക്കട്ടെ. ക്രിസ്തു അവളോട് പറഞ്ഞത്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീരും. സഭാപ്രസംഗി 2-ാം അധ്യായമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ശലോമോൻ തൻ്റെ ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തുവാൻ പല മാർഗങ്ങൾ പരീക്ഷിച്ചതിനെക്കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ അധ്യായം, സഭാപ്രസംഗിയുടെ പുസ്തകം ആദ്യത്തെ അധ്യായം നാം പഠിച്ചു കഴിഞ്ഞു. 2-ാം അധ്യായത്തിൽ ശലോമോൻ മറ്റ് ചില മാർഗങ്ങൾ പരീക്ഷിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. സുഖലോലുപത്വത്തിൽ സംതൃപ്തി അടയുവാൻ ആധുനിക മനുഷ്യൻ പരിശ്രമിക്കുന്നു. ശലോമോനും അതാണ് പരീക്ഷിച്ചു നോക്കിയത്. സഭാപ്രസംഗിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, വരിക, ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് പരീക്ഷിക്കും, സുഖം അനുഭവിച്ചു കൊള്ളുക. എന്നാൽ അതും മായ തന്നെ. സുഖലോലുപത്വത്തിൻ്റെ പാതയിൽ അറിയപ്പെട്ടിരുന്ന സകലതും ശലോമോൻ പരീക്ഷിച്ച് കാണും. ലൈംഗിക ജീവിതത്തിൻ്റെ കാര്യത്തിൽ ശലോമോൻ ഒരു അഗ്രഗണ്യനായിരുന്നു. ഭാര്യമാരും വെപ്പാട്ടികളുമായി 1000 പേരുണ്ടായിരുന്നു. ആ വിധത്തിൽ ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തുവാൻ അവൻ ശ്രമിച്ചു നോക്കി. ഇന്നും ഇത് മാത്രമാണ് സന്തോഷത്തിൻ്റെ ഒരു മാർഗം എന്ന് പഠിപ്പിക്കുന്നതായ ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ലൈംഗിക വൈകൃതങ്ങളിലൂടെ സംതൃപ്തി കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന വലിയൊരു സമൂഹം. കോടിക്കണക്കിന് പോണോഗ്രഫി സൈറ്റുകളിലൂടെ ഈ വ്യവസായം തഴച്ചു വളരുന്നു. അതിൻ്റെ ഉപഭോക്താക്കൾ തകർന്നുകൊണ്ടിരിക്കുന്നു. ക്രിസ്തീയ സഭ പോലും ഈ കാര്യത്തിൽ മൗനം പാലിക്കുന്നതാണ് വിചിത്രം. ഇതൊക്കെ അവനവൻ്റെ കാര്യമല്ലേ എന്ന് തള്ളിക്കളയുന്നു. ലൈംഗിക വൈകൃതങ്ങളിലൂടെ മാത്രമാണ് ജീവിതത്തിൽ സുഖത്തിനുള്ള മാർഗമെന്ന് പറയുന്ന സമൂഹം വാസ്തവത്തിൽ മാരക രോഗങ്ങൾ മാത്രമാണ് സമൂഹത്തിന് തന്നിട്ടുള്ളത്. ഇന്ന് മനുഷ്യൻ്റെ ഈ ബലഹീനതയെ ചൂഷണം ചെയ്യുവാൻ എന്തെല്ലാം പരിപാടികളാണുള്ളത്. ഇത് മാത്രമാണ് ജീവിതത്തിൽ സുഖത്തിനുള്ള മാർഗമെന്ന് മനുഷ്യൻ്റെ തലച്ചോറിൽ അടിച്ചു കയറ്റി വച്ചിരിക്കുകയാണ്. തന്മൂലം മനുഷ്യൻ നോക്കുന്നതും കാണുന്നതും എല്ലാം ലൈംഗികത്വം മാത്രമാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു. ശലോമോൻ പറയുന്നു, തന്നെപ്പോലെ ആ കാര്യത്തിൽ ആസക്തനായിരുന്ന വേറൊരു വ്യക്തി കാണില്ല എന്ന്. ശലോമോൻ പറയുന്നു, അത് മായയാകുന്നു. അതോട് ചേർത്ത് അവൻ പറയുന്നു, വീഞ്ഞു കുടിക്കുകയും വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ അതിലൂടെ സുഖം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നതായ ആ പ്രവണതയെക്കുറിച്ച് അവൻ പറയുന്നു. എല്ലാവിധ സുഖങ്ങളുടെയും പിന്നാലെ ശലോമോൻ പോയി. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, വരിക, ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് പരീക്ഷിക്കും, സുഖം അനുഭവിച്ചു കൊള്ളുക.
എന്നാൽ ഫലം എന്തായിരുന്നു എന്ന് ശലോമോൻ തന്നെ പറയുന്നുണ്ട്. അതും മായ തന്നെ, ശൂന്യം, പ്രയോജനരഹിതം, അർത്ഥശൂന്യം. എത്ര വലിയൊരു പാഠമാകുന്നു തൻ്റെ അനുഭവത്തിൽ നിന്നും ശലോമോൻ ലോകത്തിന് പറഞ്ഞു തരുന്നത്. എന്നാൽ കേൾക്കുവാൻ മനുഷ്യന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇന്നും ആ ശൂന്യമായ പരീക്ഷണത്തിൽ മനുഷ്യൻ തുടരുന്നു, നശിക്കുന്നു, എന്നിട്ടും മനസ്സിലാകുന്നില്ല. 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, ഞാൻ ചിരിയെക്കുറിച്ച് അത് ഭ്രാന്ത് എന്നും സന്തോഷത്തെക്കുറിച്ച് അതുകൊണ്ട് എന്ത് ഫലം എന്നും പറഞ്ഞു. ശലോമോൻ്റെ കൊട്ടാരത്തിൽ അവനെ തമാശ പറഞ്ഞ് ചിരിപ്പിക്കുന്നതിനായി, അവനെ രസിപ്പിക്കുന്നതിനായി കൊട്ടാര വിദൂഷകന്മാർ ഉണ്ടായിരുന്നിരിക്കാം. അതെ, കോമഡിക്കാർ. ഒരർത്ഥവുമില്ലാത്ത കോമഡികൾ പറഞ്ഞ് സമയം കളയുന്നവർ. അതിലൂടെ സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കുമെന്നാണ് പലരും ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മണിക്കൂറുകൾ അതിൻ്റെ മുൻപിൽ സമയം ചെലവഴിക്കുന്നത്. എന്നാൽ ശലോമോൻ ഇപ്പോൾ പറയുന്നത് അതൊക്കെ സമയം കളയുന്ന പരിപാടികളാകുന്നു, അതിനകത്തങ്ങ് ഒരു പ്രയോജനവുമില്ല, യാതൊരു ഫലവുമില്ല എന്ന്. കുറെ ചിരിച്ചു, എന്താണ് വില? എന്താണ് ഫലം? ഇന്ന് അനേകരുടെയും സമയത്തിൻ്റെ നല്ല പങ്ക് പോകുന്നത് ഇവിടെയാണ്, ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിന്. 3-ാം വാക്യത്തിൽ നാം കാണുന്നു, മനുഷ്യർക്ക് ആകാശത്തിന് കീഴെ ജീവപര്യന്തം ചെയ്യുവാൻ നല്ലത് ഏതെന്ന് ഞാൻ കാണുവോളം എൻ്റെ ഹൃദയം എന്നെ ജ്ഞാനത്തോടെ നടത്തിക്കൊണ്ടിരിക്കെ ഞാൻ എൻ്റെ ദേഹത്തെ വീഞ്ഞുകൊണ്ട് സന്തോഷിപ്പിപ്പാനും ഭോഷത്വം പിടിച്ചുകൊള്ളുവാനും എൻ്റെ മനസ്സിൽ നിരൂപിച്ചു. ആകാശത്തിന് കീഴെ ശലോമോൻ ദൈവത്തെ കൂടാതെ പരീക്ഷണങ്ങൾ നടത്തുന്ന വ്യക്തിയാകുന്നു എന്ന കാര്യം ഓർത്തിരിക്കേണ്ടത് അത്രേ. അതുകൊണ്ടാണ് ഈ പരീക്ഷണങ്ങളൊക്കെ. 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ മഹാപ്രവർത്തികളെ ചെയ്തു, എനിക്ക് അരമനകളെ പണിതു, മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി. ഒരുപാട് വിനോദങ്ങളുണ്ടായിരുന്നു. ഈ ഹോബീസ് എന്ന് നമ്മൾ പറയത്തില്ലേ, ഇന്നും മൃഗങ്ങളെ വളർത്തിയും പക്ഷികളെ വളർത്തിയും ഒക്കെ ജീവിതം ആസ്വദിക്കുവാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. യെരുശലേമിലും മറ്റ് പല സ്ഥലങ്ങളിലും ഇന്നും ശലോമോൻ്റെ കുതിരാലയങ്ങളുടെ അവശിഷ്ടങ്ങൾ കാണുവാൻ കഴിയും. അവൻ കുതിരയെയും കുരങ്ങിനെയും കണ്ടതിനെയൊക്കെ തൻ്റെ ഹോബിയായി കൊണ്ടു നടന്നു. ദേശത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ശലോമോൻ എല്ലായിടത്തും ഈ കുതിരകളെ കെട്ടുന്ന ആലയങ്ങളുണ്ടായിരുന്നു. എന്നാൽ മോശയുടെ ന്യായപ്രമാണത്തിൽ ഇസ്രായേലിലെ ഒരു രാജാവ് കുതിരയെ വർദ്ധിപ്പിക്കുവാൻ പാടില്ല എന്ന് വിലക്കിയിരുന്നു. അതൊക്കെ മറന്നിട്ടാണ് അവൻ്റെ ഈ ഹോബീസ്. അതുമാത്രമാണോ, അവൻ എത്രയധികം കെട്ടിടങ്ങൾ പണിയാമോ അത്രയധികം കെട്ടിടങ്ങൾ പണിതു. അതും അവൻ്റെ ഒരു ഹോബിയായിരുന്നു, ഒരു ഭ്രാന്തായിരുന്നു, അരമനകളെ പണിയുക. 5-6 വാക്യങ്ങളിൽ നാം കാണുന്നു, ഞാൻ തോട്ടങ്ങളെയും ഉദ്യാനങ്ങളെയും ഉണ്ടാക്കി, അവയിൽ സകലവിധ ഫലവൃക്ഷങ്ങളെയും നട്ടു, വൃക്ഷം വെച്ച് പിടിപ്പിച്ചിരുന്ന തോപ്പ് നനപ്പാൻ കുളങ്ങളും കുഴിപ്പിച്ചു, ഞാൻ ദാസന്മാരെയും ദാസിമാരെയും വിലയ്ക്ക് വാങ്ങി. ശലോമോന് കൃഷിയിലും അതുപോലെയുള്ള കാര്യങ്ങളിലും താല്പര്യപൂർവ്വം പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിരുന്നു എന്നത്ര ഇവിടെ പറയുന്നത്. ജലസേചന സൗകര്യങ്ങളും ശലോമോൻ ഏർപ്പെടുത്തിയിരുന്നു. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ ദാസന്മാരെയും ദാസിമാരെയും വിലയ്ക്ക് വാങ്ങി, വീട്ടിൽ ജനിച്ച ദാസന്മാരും എനിക്കുണ്ടായിരുന്നു, യെരുശലേമിൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരിലും അധികം ആടുമാടുകളായ ബഹുസമ്പത്തും എനിക്കുണ്ടായിരുന്നു. ഇവയെല്ലാം എങ്ങനെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾ അതിശയിച്ചേക്കാം. അക്കാലത്ത് ലോകത്തിലെ സ്വർണം നിയന്ത്രിച്ചിരുന്നത് ശലോമോൻ ആയിരുന്നു എന്നോർക്കണം. അവന് ധാരാളം പണം ചെലവഴിക്കുന്നതിനുണ്ടായിരുന്നു. ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്നതിന് വേണ്ടി സകലവും അവനുണ്ടാക്കി. ചൂടുകാലത്ത് ശീതള പാനീയം കുടിക്കുന്നതിനായി അവൻ ഹെർമോൻ പർവ്വതത്തിൽ നിന്നും മഞ്ഞുകട്ടകൾ കൊണ്ടുവന്നിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജീവിതത്തിൽ സുഖത്തിന് വേണ്ടി ഒരു മനുഷ്യൻ എന്തെല്ലാം പരീക്ഷിച്ച് നോക്കാമോ അതെല്ലാം ശലോമോൻ പരീക്ഷിച്ചു എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. ജീവിതം സുഖകരമാക്കുവാൻ ഇന്നും പലതും പരീക്ഷിക്കുന്ന മനുഷ്യനുള്ള ഒരു വലിയ മുന്നറിയിപ്പാണിത്, ഒരു വലിയ പാഠമാകുന്നു ഇത്. ശലോമോൻ ഇല്ലായിരുന്ന എന്തെങ്കിലും ആധുനിക മനുഷ്യൻ്റെ പക്കൽ ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ വെള്ളിയും പൊന്നും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്കും ഉള്ള ഭണ്ഡാരവും സ്വരൂപിച്ചു, സംഗീതക്കാരെയും സംഗീതക്കാരത്തികളെയും മനുഷ്യരുടെ പ്രമോദമായ
അനവധി സ്ത്രീജനത്തെയും സമ്പാദിച്ചു. എല്ലാ വിധത്തിലുമുള്ള സംഗീതം അവനുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും തന്നെ അവൻ്റെ ഹൃദയത്തെ സംതൃപ്തിപ്പെടുത്തുവാൻ പര്യാപ്തമായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വിശദീകരിക്കേണ്ട കാര്യമില്ല. 9ഉം 10ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, ഇങ്ങനെ ഞാൻ എനിക്ക് മുമ്പേ യെരുശലേമിലുണ്ടായിരുന്ന എല്ലാവരിലും മഹാനായിത്തീർന്നു, അഭിവൃദ്ധി പ്രാപിച്ചു, ജ്ഞാനവും എന്നിൽ ഉറച്ചു നിന്നു. എൻ്റെ കണ്ണ് ആഗ്രഹിച്ചതൊക്കെയും ഞാൻ അതിന് നിഷേധിച്ചില്ല, എൻ്റെ ഹൃദയത്തിനൊരു സന്തോഷവും വിലക്കിയില്ല. എൻ്റെ സകല പ്രയത്നവും നിമിത്തം എൻ്റെ ഹൃദയം സന്തോഷിച്ചു. എൻ്റെ സകല പ്രയത്നത്തിലും എനിക്കുണ്ടായ അനുഭവം ഇതുതന്നെ. ഒരു വലിയ മോളിലൂടെ നിങ്ങൾ പോകുന്നു എന്ന് വിചാരിക്കുക. ഇൻ്റർനാഷണൽ ബ്രാൻഡ്സിൻ്റെ എല്ലാ ഔട്ട്ലെറ്റും എല്ലാ വിൽപ്പനശാലകളും അവിടെ അങ്ങനെ നിരന്നിരിക്കുന്നു. വില കൂടിയ പെർഫ്യൂമുകൾ, തുണിത്തരങ്ങൾ, സ്വർണം കൊണ്ടും വജ്രം കൊണ്ടുമുള്ള ആഭരണങ്ങൾ, വില കൂടിയ ഷൂസുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അങ്ങനെ അനേകം നിലകളിൽ അവ നിങ്ങളെ നോക്കിയിരിക്കുകയാണ്. ഈ കാണുന്നതെല്ലാം വാങ്ങാൻ നിങ്ങൾക്ക് സാധിച്ചെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എന്ന് കരുതുക. അങ്ങനെ നിങ്ങൾക്ക് സാധ്യമായാൽ അത് എത്രമാത്രം സന്തോഷം നൽകുന്ന കാര്യമാണ്. അതെ, ശലോമോൻ അതാണ് ചെയ്തത്. അവൻ്റെ ഹൃദയത്തിൽ അവൻ ആഗ്രഹിച്ചതെല്ലാം അവൻ വാങ്ങി. നിങ്ങൾ അടുത്ത പ്രാവശ്യം ഏതെങ്കിലും ഒരു വലിയ മോളിൽ പോകുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ശലോമോൻ ലോകത്തിലേക്ക് നോക്കുമ്പോൾ അവനിൽ തന്നെ വിലക്കിയിരുന്നതായി യാതൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവൻ അനുഭവിക്കുവാൻ കഴിയാത്തതായി ഒന്നും കാണുവാനില്ലായിരുന്നു. കണ്ണിൽ കാണുന്നതെല്ലാം ലഭ്യമായിട്ടുള്ള, എല്ലാം സ്വന്തമാക്കുവാൻ കഴിഞ്ഞിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഒരേ ഒരു വ്യക്തി അവനായിരുന്നിരിക്കും. ആ വ്യക്തിയെപ്പോലെ സന്തോഷവാനായ വേറെ ആരുമില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. അങ്ങനെയാണ് പലരും ചിന്തിക്കുന്നത്. എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. ഏതായാലും അങ്ങനെയുള്ളവർ സന്തോഷവാന്മാർ അല്ല എന്നതാണ് അനുഭവിച്ച ഒരാൾ പറയുന്നത് ഇവിടെ. ആരാണ് ഇന്ന് കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത്? സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ളവരാണോ? അല്ല. സമ്പന്നന്മാർ, കോടീശ്വരന്മാർ, പ്രമുഖരായ വ്യക്തികൾ, ഇവരൊക്കെയാണ് കൂടുതൽ ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകുന്നതും ജീവിതം അവസാനിപ്പിക്കുന്നതും. എന്താണ് കാരണം? ശലോമോൻ കണ്ടെത്തിയ നിഗമനത്തിൽ അവരും എത്തിച്ചേരുന്നു. വിളിച്ചു പറഞ്ഞില്ലെന്നേ ഉള്ളൂ. സുഖത്തിന് വേണ്ടി സകല വഴികളും ശലോമോൻ പരീക്ഷിച്ച ശേഷം അവൻ ഇപ്രകാരം പറഞ്ഞു. 11-ാം വാക്യം, ഞാൻ എൻ്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും നോക്കി, എല്ലാം മായയും വൃഥാ പ്രയത്നവും അത്രേ, സൂര്യൻ്റെ കീഴിൽ യാതൊരു ലാഭവും ഇല്ല എന്ന് കണ്ടു. സകലവും ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ്റെ പ്രസ്താവനയാണിത് എന്നോർക്കണം. അനേകം ആളുകൾ ശലോമോൻ്റെ വാക്ക് സ്വീകരിക്കുവാൻ തയ്യാറല്ല. അവർ സ്വയം ഈ പരീക്ഷണത്തിൽ വീണ്ടും ഏർപ്പെടുന്നു. ശലോമോൻ ചെയ്ത അത്രയും അവർക്ക് കഴിയുകയില്ലെന്ന് മാത്രം. അവരും ഈ പറഞ്ഞ അതേ നിഗമനത്തിലാണ് എത്തുന്നത്. അവർ പറയും ജീവിതം ശൂന്യമാകുന്നു എന്ന്. ശലോമോൻ പറഞ്ഞ എല്ലാം മായയും വൃഥാ പ്രയത്നവും അത്രേ, വൃഥാ പ്രയത്നം, സൂര്യൻ്റെ കീഴിൽ യാതൊരു ലാഭവുമില്ല എന്ന്. ഈ അധ്യായത്തിൻ്റെ തുടർന്നുള്ള ഭാഗത്ത് ശലോമോൻ മറ്റൊരു രംഗത്തേക്ക് നീങ്ങുന്നതായി കാണാം. അതിനെ മെറ്റീരിയലിസം എന്ന് ഇംഗ്ലീഷിൽ പറയും. വസ്തുമയത്വത്തിലേക്കാണ് അത് നീങ്ങുന്നത്, ഭൗതികമായ കാര്യങ്ങളിലേക്ക്. ഭൗതികത്വം എന്നൊക്കെ പറയും. ഇപ്പോഴത്തേതിനു വേണ്ടിയുള്ള അല്ലെങ്കിൽ ഇവിടത്തേക്ക് മാത്രമുള്ള ജീവിതമാണ് ഈ ഭൗതികത്വത്തിൻ്റെ ചിന്ത. അതെ, സ്വയത്തിന് വേണ്ടിയുള്ള ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം. സ്വയത്തെക്കുറിച്ച് മാത്രം നാം പിന്നീട് ചിന്തിക്കുന്നതാണ്. വസ്തുമയമായവയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിന്ത. ഇതുവരെ സുഖലോലുപത്വത്തിനു വേണ്ടിയിട്ടാണ് ശലോമോൻ സമയം കളഞ്ഞത്. ആദ്യം അവൻ ശാസ്ത്രം പരീക്ഷിച്ചു, പിന്നീട് അവൻ ജ്ഞാനം അല്ലെങ്കിൽ ഫിലോസഫി പഠിച്ചു. ലോകത്തിൽ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നതെല്ലാം അവൻ സ്വന്തമാക്കി. എന്നാൽ അതിൻ്റെയും ഫലം അവൻ പറയുന്നത് അവന് യാതൊരു സംതൃപ്തിയും ഉണ്ടായില്ല എന്നത്രേ. സ്വയത്തിനു വേണ്ടി അവൻ ചെയ്യാവുന്നതൊക്കെ ചെയ്തു. തുടർന്ന് അവൻ പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ, 12-ാം വാക്യം, ഞാൻ ജ്ഞാനവും ഭ്രാന്തും ഭോഷത്വവും നോക്കുവാൻ തിരിഞ്ഞു,
രാജാവിൻ്റെ ശേഷം വരുന്ന മനുഷ്യൻ എന്തു ചെയ്യും? പണ്ട് ചെയ്തത് തന്നെ. വേറെ വിധത്തിൽ പറഞ്ഞാൽ ശലോമോനേക്കാൾ കൂടുതലായി വേറെ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നത്ര ഇവിടെ പറയുന്നത്. താൻ ചെയ്തത് തന്നെ അവരും ആവർത്തിക്കും. അങ്ങനെ വളരെ വിരസമായി തോന്നും എന്നാണ് ശലോമോൻ പറയുന്നത്. ഒരു ഭോഷനായിരിക്കുന്നതിനേക്കാൾ നല്ലത് ബുദ്ധിമാനായിരിക്കുകയാണ്. അജ്ഞാനിയായിരിക്കുന്നതിനേക്കാൾ നല്ലത് വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ അറിവുള്ള വ്യക്തി ആയിരിക്കുന്നതാണ്. 14 വാക്യത്തിൽ നാം കാണുന്നു, ജ്ഞാനിക്ക് തലയിൽ കണ്ണുണ്ട്, ഭോഷൻ ഇരുട്ടിൽ നടക്കുന്നു, എന്നാൽ അവർക്ക് എല്ലാവർക്കും ഗതി ഒന്നു തന്നെ എന്ന് ഞാൻ ഗ്രഹിച്ചു. ജ്ഞാനിക്ക് തലയിൽ കണ്ണുണ്ട്. നമ്മൾ സാധാരണ പറയുമല്ലോ, നിൻ്റെ തല ഉപയോഗിക്കുക, നിൻ്റെ കണ്ണുകൾ ഉപയോഗിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതാണ് ശലോമോൻ ഇവിടെ പറയുന്നത്. ബുദ്ധിമാനായ ഒരു മനുഷ്യൻ അവൻ്റെ തലയും കണ്ണുകളും ഉപയോഗപ്പെടുത്തുന്നു. താങ്കൾ എത്ര ബുദ്ധിസാമർഥ്യം ഉള്ള വ്യക്തിയായിരുന്നാലും താങ്കൾ ഭോഷനിൽ നിന്നും വളരെയധികം അകന്നവനായിരിക്കയില്ല. കാരണം താങ്കൾ വാസ്തവത്തിൽ ഈ പറഞ്ഞ വ്യക്തിയെപ്പോലെ തന്നെ ഒരു അന്ത്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും ഒരേ അന്ത്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരേ വിധത്തിൽ അവസാനിക്കും എന്ന് ചുരുക്കം. 15 വാക്യത്തിൽ നാം കാണുന്നത്, ആകയാൽ ഞാൻ എന്നോട്, ഭോഷനും എനിക്കും ഗതി ഒന്നു തന്നെ, പിന്നെ ഞാൻ എന്തിന് അധികം ജ്ഞാനം സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞു. ഇതും മായയത്രേ എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. ബുദ്ധിസാമർഥ്യമുള്ളവൻ വേറെ മാർഗം കണ്ടുപിടിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കും. ഇതും മായയത്രേ എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു എന്ന് ശലോമോൻ പറയുന്നു. ആധുനിക മനുഷ്യൻ തൻ്റെ ശാസ്ത്രീയ പുരോഗതിയും കണ്ടുപിടുത്തങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടും മനുഷ്യായുസ്സിൽ വളരെയധികം ദൈർഘ്യം കൂട്ടുവാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമത്രേ. ആയുസ്സിനോട് ഒട്ടും കൂട്ടാൻ സാധിച്ചിട്ടില്ല. ആരോ പറഞ്ഞ് ശരാശരി ആയുർദൈർഘ്യം 10 വർഷങ്ങളോളം മാത്രമേ കൂട്ടുവാൻ ഈ ആധുനിക ശാസ്ത്രത്തിനെല്ലാം കൂടി കഴിഞ്ഞിട്ടുള്ളൂ എന്ന്. എന്നാൽ ആ 10 വർഷത്തെ നിത്യതയുമായി നാം തുലനം ചെയ്യുമ്പോൾ എന്ത് നേടിയെന്ന് ആലോചിച്ച് നോക്കൂ. നിത്യതയുടെ ക്ലോക്കിൽ ഒരു സെക്കൻഡിൻ്റെ സമയം ഇതിനില്ല. ഈ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടി വളരെയധികം ഒന്നും വാസ്തവത്തിൽ മനുഷ്യന് ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ശലോമോൻ തൻ്റെ അനുഭവത്തിൽ നിന്നും പറയുന്നത്. 16 വാക്യത്തിൽ നാം കാണുന്നത്, ഭോഷനെക്കുറിച്ചാകട്ടെ ജ്ഞാനിയെക്കുറിച്ചാകട്ടെ ശാശ്വതമായ ഓർമ്മയില്ല, വരും കാലത്ത് അവരെയൊക്കെയും മറന്നുപോകും. അയ്യോ, ഭോഷൻ മരിക്കുന്നത് പോലെ ജ്ഞാനിയും മരിക്കുന്നു. അവർ രണ്ടുപേരും, ജ്ഞാനിയും ഭോഷനും, ഒരുപോലെ മരിക്കുന്നു എന്ന് ശലോമോൻ ഇവിടെ പറയുന്നു. താങ്കൾ ഒരുപക്ഷെ വളരെയധികം ബുദ്ധിസാമർഥ്യമുള്ള വ്യക്തിയായിരിക്കും. താങ്കൾ നല്ല വിദ്യാഭ്യാസമുള്ളവനോ ഉള്ളവളോ പല ഉന്നത ബിരുദങ്ങൾ സമ്പാദിച്ച വ്യക്തിയൊക്കെ ആയിരിക്കാം. നിങ്ങളെ ഞാൻ ആ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. എന്നാൽ നിങ്ങളുടെ മരണത്തിൻ്റെ സമയം വരുമ്പോൾ ഇതൊന്നും തന്നെ നിങ്ങളെ സഹായിക്കുകയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുതന്നെയാണ് ശലോമോൻ പറയുന്നത്. അതൊന്നും താങ്കളെ രക്ഷിക്കുകയില്ല. താങ്കൾക്ക് പോകേണ്ട സമയം വരുമ്പോൾ പോയേ മതിയാകൂ. അതിൽ നിന്നും താങ്കളെ വിടുവിക്കുവാൻ കഴിവുള്ള യാതൊന്നും തന്നെ ഈ ലോകത്തിലില്ല. 17 വാക്യത്തിൽ നാം കാണുന്നത്, അങ്ങനെ സൂര്യന് കീഴെ നടക്കുന്ന കാര്യം എനിക്ക് അനിഷ്ടമായതുകൊണ്ട് ഞാൻ ജീവനെ വെറുത്തു, എല്ലാം മായയും വൃഥാപ്രയത്നവും അത്രേ. മായ എന്നതിൻ്റെ അർത്ഥം ശൂന്യമായത് എന്ന്, അല്ലെങ്കിൽ അർത്ഥമില്ലാത്തത്, ലക്ഷ്യമില്ലാത്തത് എന്നെല്ലാം ആകുന്നു എന്ന കാര്യം ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. ആകാശത്തിന് കീഴെ ഇത്രയെല്ലാം പ്രവർത്തിച്ചിട്ടും എന്താണ് വാസ്തവത്തിൽ നേടിയത്? വളരെയേറെ പരിശ്രമിച്ച് ഒക്കെ സമ്പാദിച്ചിട്ട് വാസ്തവത്തിൽ നിലനിൽക്കുന്നതായി നേടിയത് എന്താണ്? തോമസ് എഡിസൺ ഇതിൻ്റെ ഒരു ഉദാഹരണമാണ്. മോശമായി പറയല്ല. അദ്ദേഹം ഒരു പരീക്ഷണശാലയിൽ വർഷങ്ങളോളം രാവും പകലും പരീക്ഷണങ്ങളിൽ മുഴുകി കഴിഞ്ഞുകൂടി. അനേക പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തി. വൈദ്യുതി ബൾബും മറ്റ് പല കണ്ടുപിടുത്തങ്ങളും അദ്ദേഹത്തിൻ്റെ വകയാണ്. അദ്ദേഹം ഒരു ബുദ്ധിശാലിയായിരുന്നു. എന്നാൽ മറ്റെല്ലാവരെയും പോലെ അദ്ദേഹം മരിച്ചു. എന്ത് പ്രയോജനമാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിന്
വ്യക്തിപരമായിട്ടുണ്ടായത്. അതാണ് നമ്മൾ പറയുന്നത്. ലോകത്തിനുണ്ടായിട്ടുണ്ട്. രാവും പകലും വ്യത്യാസമില്ലാതെ അനവധി പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തി. ഉറക്കം പോലും പരീക്ഷണശാലയിൽ തന്നെയായിരുന്നു. ജീവിതം അദ്ദേഹത്തിന് ആനന്ദത്തിന് പകരം വിരസതയാണ് നൽകിയത്. അതിൻ്റെ വേറൊരു വശമുണ്ട്. എന്നാൽ അതേക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ വളരെയേറെ വിരസമായൊരു ജീവിതമാണ് ഈ പറഞ്ഞ അനേകരും നയിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുവാനാണ് ഞാനത് സൂചിപ്പിച്ചത്. 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, സൂര്യന് കീഴെ ഞാൻ പ്രയത്നിച്ച പ്രയത്നമൊക്കെയും ഞാൻ വെറുത്തു. എൻ്റെ ശേഷം വരുവാനിരിക്കുന്ന മനുഷ്യന് ഞാനത് വെച്ചേക്കേണ്ടി വരുമല്ലോ. അത് രസമായിരിക്കുന്നില്ലേ? ഇതെല്ലാം വിട്ടിട്ട് ഞാനും നിങ്ങളും ഒരിക്കൽ ഇവിടെ നിന്നും പോകേണ്ടതായിട്ടുണ്ട്. ഒന്നും കൊണ്ടുപോകാൻ ഒക്കില്ല, അഥവാ കൊടുത്തു വിട്ടാൽ പോലും കൊണ്ടുപോകില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തങ്ങളുടെ പണി ജീവിതകാലം മുഴുവൻ ചെയ്തതിന് ശേഷം ലോകപ്രകാരമുള്ള കാര്യങ്ങൾ കൂട്ടിവെച്ചിട്ട് അവസാനം അതെല്ലാം വിട്ടിട്ട് പോകുന്നു. മക്കൾക്ക് കൊടുത്തിട്ടാ പോകുന്നതെന്ന് ചിലർ പറയുന്നു. മക്കൾക്ക് കൊടുത്തിട്ട്. പക്ഷേ മക്കൾ അനുഭവിക്കുമെന്ന് ആര് കണ്ടു? പലപ്പോഴും മക്കൾ അത് കളഞ്ഞു കുളിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ശലോമോൻ ആ രാജ്യത്തെക്കുറിച്ച് ഒരുപക്ഷെ ചിന്തിക്കാതെ പറയുന്നതായിരിക്കും. അവൻ തൻ്റെ രാജ്യം മകന് വിട്ടിട്ട് പോയി. എന്നാൽ അവൻ്റെ മകൻ രഹോബെയാം ഭോഷത്വം പ്രവർത്തിച്ചു. അവൻ്റെ ഭോഷത്വം മൂലം ദാവീദ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ രാജ്യം വിഭജിക്കപ്പെടുവാനിടയായി. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 12-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. എത്ര പരിതാപകരമായ വസ്തുതയായിരുന്നു അത്. ഇവിടെ ഈ ബുദ്ധിശാലിയായ ശലോമോൻ പറയുന്നു, സമ്പാദിച്ചു, കഷ്ടപ്പെട്ടു, എന്നാൽ ആരനുഭവിക്കും എന്നറിയില്ല. 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ ജ്ഞാനിയായിരിക്കുമോ ഭോഷനായിരിക്കുമോ ആർക്കറിയാം. എന്തായാലും ഞാൻ സൂര്യന് കീഴെ പ്രയത്നിച്ചതും ജ്ഞാനം വിളങ്ങിച്ചതും ആയ സകല പ്രയത്നഫലത്തിന്മേലും അവൻ അധികാരം പ്രാപിക്കും. അതും മായയത്രേ. ലോകപ്രകാരമുള്ളതിനു വേണ്ടി പ്രയത്നിക്കുകയും പിന്നീട് അവ ഒരു ഭോഷന് വിട്ടിട്ട് പോകേണ്ടി വരികയും ചെയ്യുന്നത് സമയം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണെന്ന് ശലോമോൻ പറയുന്നു. അത് അവൻ്റെ ജീവിതത്തിൽ നിന്നും അവൻ മനസ്സിലാക്കിയതാണ്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ നാട്ടിൽ പറയും മുണ്ടുമുറുക്കി ഉടുത്തുണ്ടാക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ കാലശേഷം നിങ്ങൾ ആഗ്രഹിക്കാത്ത വിധത്തിൽ ചെലവഴിക്കപ്പെടുന്നു എങ്കിൽ എത്ര ദുഃഖകരമായിരിക്കും അല്ലേ? നാം ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. നാം സമ്പാദിച്ചതിൻ്റെ കണക്ക് ദൈവം നമ്മോട് മാത്രമേ ചോദിക്കൂ, നമ്മുടെ മക്കളോട് ചോദിക്കില്ല. ശലോമോൻ ആ യാഥാർത്ഥ്യം ഇവിടെ വിളിച്ചറിയിക്കുകയാണ് ചെയ്യുന്നത്. താൻ കാണിച്ച മണ്ടത്തരം. അതെ, 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ആകയാൽ സൂര്യന് കീഴെ പ്രയത്നിച്ച സർവ്വപ്രയത്നത്തെക്കുറിച്ചും ഞാൻ എൻ്റെ ഹൃദയത്തെ നിരാശപ്പെടുത്തുവാൻ തുടങ്ങി. വീണ്ടും ഇത് സൂര്യന് കീഴിലെ കാര്യമാകുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിലിരിക്കുന്ന ഒരു വിശ്വാസിയുടെ ചിത്രമാണ്. എന്നാൽ ആ ചിന്തയല്ലിത്. ഇത് സൂര്യന് കീഴിലെ ചിന്തയാണ്. എപ്പോഴും നിരാശയിലേക്കാണ് ഈ വഴി ചെന്നെത്തുന്നത്. ഞാൻ ഇനി 23-ാം വാക്യം വായിക്കുകയാണ്. അവൻ്റെ നാളുകളൊക്കെയും ദുഃഖകരവും അവൻ്റെ കഷ്ടപ്പാട് വ്യസനകരവുമല്ലോ. രാത്രിയിലും അവൻ്റെ ഹൃദയത്തിന് സ്വസ്ഥതയില്ല, അതും മായയത്രേ. അതിനെക്കുറിച്ച് വിചാരിച്ച് വ്യാകുലപ്പെട്ടിട്ടോ പ്രയോജനമില്ല എന്ന് ശലോമോൻ മനസ്സിലാക്കി. കാരണം അവന് യാതൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. 24 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. തിന്നു കുടിച്ച് തൻ്റെ പ്രയത്നത്താൽ സുഖം അനുഭവിക്കുന്നതല്ലാതെ മനുഷ്യന് മറ്റൊരു നന്മയുമില്ല, അതും ദൈവത്തിൻ്റെ കയ്യിൽ നിന്നുള്ളത് എന്ന് ഞാൻ കണ്ടു. അവൻ നൽകിയിട്ടല്ലാതെ ആർ ഭക്ഷിക്കും, ആർ അനുഭവിക്കും? തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. പാപിക്കോ ദൈവം തനിക്ക് പ്രസാദമുള്ളവന് അനുഭവമാകുവാൻ തക്കവണ്ണം ധനം
സമ്പാദിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യുവാനുള്ള കഷ്ടപ്പാട് കൊടുക്കുന്നു. അതും മായയും വൃഥാ പ്രയത്നവും അത്രേ. എത്ര ശ്രദ്ധേയമല്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ സ്വയത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നുവെങ്കിൽ അത് ശൂന്യമായിത്തീരും, അർത്ഥമില്ലാത്തതായിത്തീരും. അത് താങ്കളുടെ ഹൃദയത്തിൽ കയ്പും വിദ്വേഷവും ഉളവാക്കുകയും പരാജയത്തിലേക്ക് നടത്തുകയും ചെയ്യും. നിത്യതയെക്കുറിച്ചുള്ള ബോധമില്ലാതെ ഈ ആയുസ്സിന് അപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ചുള്ള കരുതലില്ലാതെ എങ്ങനെങ്കിലും തല്ലിക്കൂട്ടി ഇവിടെ ജീവിക്കുവാൻ ശ്രമിച്ചെന്നാൽ നാം ഇവിടെയും പരാജയപ്പെടും, വരുവാനുള്ള ലോകത്തിലും പരാജയപ്പെടും. ഇതൊരു മുന്നറിയിപ്പാണ്. അതുകൊണ്ട് സ്നേഹബുദ്ധിയാ ഞാൻ പറയട്ടെ, ദൈവവചനം അനുസരിച്ച് ദൈവത്തെ അന്വേഷിച്ച് അവൻ്റെ വഴികളിൽ ജീവിച്ചാൽ അതിപ്പോൾ മാത്രമല്ല, ഈ ആയുസ്സിൽ മാത്രമല്ല, വരുവാനുള്ളതിലും ആസ്വാദ്യകരമായൊരു ജീവിതത്തിൻ്റെ ഉപാധിയാകും. തീർച്ചയായിട്ടും എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അപ്രകാരം ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ താൻ ആഗ്രഹിച്ചതെല്ലാം സ്വായത്തമാക്കുവാൻ കഴിഞ്ഞിട്ടും സകലവും മായയും വൃഥാ പ്രയത്നവുമാകുന്നുവെന്ന ശലോമോൻ രാജാവിൻ്റെ സാക്ഷ്യം നാം മുഖവിലേക്കെടുത്തില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടമായിരിക്കും. ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലും കൂടെ കടന്നു പോകുമ്പോൾ പോലും സന്തോഷം ഞങ്ങളിൽ കവിഞ്ഞിരിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ക്രിസ്തു ശിഷ്യരുമായി ശലോമോൻ രാജാവിനെ താരതമ്യപ്പെടുത്തുമ്പോഴാണ് ഭൂമിയും സ്വർഗവും തമ്മിലുള്ള അന്തരം നാം തിരിച്ചറിയുന്നത്. മനുഷ്യ മനസ്സിൻ്റെ ശൂന്യത മാറ്റുവാൻ സ്വർഗീയമായവയ്ക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നതാണ് വാസ്തവം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ എന്ന് പൗലോസ് ഉത്ബോധിപ്പിക്കുന്നത് ആയതിനാലാണ്. നമ്മുടെ ഹൃദയങ്ങളെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.